How's school, sir? New. Ah. എന്താ അത് നമ്മളെ നാട്ടിലെ പള്ളിയല്ലേ? ആ, നമ്മളെ നാട്ടിലെ പള്ളി അത്. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. നമ്മൾ വയനാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചോദിക്കും ഇന്നലെ പോകുന്ന നാട്ടിനല്ലോ ഒന്നും. ഇന്നലെ പോയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മടങ്ങേണ്ടതായി വന്നു. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം, ആ മഴ കണ്ടപ്പോൾ ഞാൻ വെച്ചു ഈ മഴ ഇന്നൊന്നും തോരില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങിയതാണ്. രാത്രി ഇന്നലെ 1:30 മണി 2 മണി ആയില്ലേ കണ്ണൂർ എത്തുമ്പോൾ. ഇപ്പം രാവിലെ ഒരു 9 മണിക്ക് വിട്ടതാണ്. ഇപ്പോൾ ഇതാ 12:30 മണിയായി. ചുരം കയറിക്കൊണ്ട് പോവാം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളോട്, കാട്ടിൻ്റെ ഉള്ളിൽ കാളിയുടെ, അതായത് വരാൽ അമ്മേൻ്റെ പിന്നെ മൂലസ്ഥാനമുണ്ടെന്ന് അവർ 3 രൂപത്തിലാണ് ഇരിക്കുന്നത്. ഒന്ന് കാളിയായിട്ടിരിക്കുന്നത് കാട്ടിൻ്റെ ഉള്ളിലാണ്. പിന്നെ വരാലിലിരിക്കുന്നത് ലക്ഷ്മി ആയിട്ടാണ്. സരസ്വതി ആയിട്ട് അങ്ങ് കാട്ടിൻ്റെ ഉള്ളിൽ വേറെ സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ ചുരം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം ഏകദേശം കയറി കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്നാണ് പെരിയ 1 തുടങ്ങുന്നത്. ഇവിടുന്നാണ് തണുപ്പ് വന്നത്. ഇന്നലെ എത്ര ശക്തിയിൽ മഴ പെയ്തറിയോ? ഇന്നലെ രാത്രി ഏകദേശം ഒരു 8 മണി മുതൽ മഴ പെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ കണ്ണൂർ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ണൂർ ചെറുങ്ങനെ ഒന്ന് പാറിപ്പോവുകയത്. അപ്പോൾ പെരിയ 39-ലൊക്കെ നമുക്കിപ്പോൾ പോകേണ്ടത്. അവിടുന്ന് നമുക്ക് കാട്ടിലേക്ക് പോകണം. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങണം. അപ്പോൾ നമ്മളങ്ങനെ പോകാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫോറസ്റ്റിൽ പോയി അവരുടെ പെർമിഷൻ വാങ്ങി പെർമിഷൻ വാങ്ങിയതിന് ശേഷം നമുക്ക് അവരെ മൂലസ്ഥാനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ആ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം കാണിച്ചു തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ ഇന്നലെ പെർമിഷൻ കിട്ടി. പക്ഷേ സമയം രാവിലെ തന്നത്. അത്രയും രാവിലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ എല്ലാം എടുത്തെല്ലാം റെഡിയാക്കി വെച്ച് കിടക്കുമ്പോൾ തന്നെ 3 മണിയായി രാത്രി. രാവിലെ 8 മണിക്കുണ്ട് ബാബുവിനെ വിളിക്കും. ബാബു എന്താ വരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ബാബുവിനോട് പറയാൻ പറ്റുമോ? തന്നെ ആയിപ്പോയി ഞാൻ. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ വേഗം മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അട്ടയുണ്ടാവും. അട്ടൻ്റെ എല്ലാം ശരിയായ കേന്ദ്രമാണ്. അവിടെ പറഞ്ഞാൽ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഞാൻ ഉണ്ടാവും.
ഇല്ല ആണെങ്കിൽ ഞാൻ കുപ്പിയിലാക്കി പകോട്ടെ വെക്കൊണ്ടുള്ളൂ. ഉറപ്പാണ് പിടിച്ചിട്ട് കുപ്പിയിലാക്കും. അതിലെന്താക്കും മേക്കടക്കൊള്ളൂ. പിന്നെ നേരത്തെ വന്നേക്കും. മഴ ചെന്ന് വെച്ചാൽ അറിയാൻ മതി എപ്പോൾ വരിക. ഒന്നും വേണ്ട, മഴയൊന്നും വേണ്ട. നിങ്ങൾ ഇവിടെ ഇറങ്ങി, ഞാൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇടൊന്നും ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അന്ന് കണ്ടിട്ട് എൻ്റെ കാലം കയറ്റി നിങ്ങൾ കാണിച്ചതില്ലേ, സെക്കൻഡ് കൊണ്ട് ഒരു ടിക്ക് 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 എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കയറ്റി അങ്ങ് പിടിക്കും. അപ്പോൾ ഒറ്റ പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആയതുകൊണ്ട് മേലുകയിൽ അടിച്ച് നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ചിലവർ പെർമിഷൻ വാങ്ങി എനിക്ക് പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ അവൻ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വന്നപ്പോൾ അക്കൊന്നല്ലേ ഞാൻ കാണിച്ചു തരാമെന്നും അതെല്ലാം കൊണ്ട് മാത്രമാണ്. എനിക്ക് ഈ കാട്ടിലെ കൂടെയെല്ലാം പോകാനും മലകൾ മുകളിൽ പോകാനും പണ്ടേ വലിയ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഞാൻ സാധാരണ പോക്കുണ്ട്. പക്ഷേ എന്നാലും അവരുടെ കൂട്ടിന് ഒരാളും കൂടി വർത്തമാനം പറയാൻ ഉണ്ടെങ്കിൽ സുഖമാണ്. അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട് നമ്മളൂടെ. ഇപ്പോൾ എത്ര പേര് ചോദിക്കുന്നുണ്ട് വെട്ടേ. ഞാനത് പിന്നെ ലഗേജ് വെക്കലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഉണ്ടാതെ അതുകൊണ്ട് ലഗേജ് നമ്മൾ എടുത്ത് കയ്യിൽ പിടിച്ചോളാം, മടി വെച്ചോളാം, കുരിശിപ്പം വെട്ടേന്ന് ഒത്തിരി കുട്ടികൾ വയ്ക്കുന്നുണ്ട്. ആണും ചോദിക്കലുണ്ട് പെണ്ണും ചോദിക്കലുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ നമ്മളാ യാത്ര ചെറിയ ബഡ്ജറ്റിലുള്ള യാത്രയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. നമുക്ക് ഇരുന്ന് വരുമാനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല. യാത്രയിൽ എവിടെയാണ് കിട്ടാം. അപ്പോൾ നല്ല നമസ്കാരം. നമ്മൾ ഇനി അവിടുത്തെ കാഴ്ചകൾ അങ്ങോട്ടെത്താനാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ ഇവിടെ എന്താ പറയുക, പരിയാൽ ഭഗവതിൻ്റെ ദേവീൻ്റെ ആദ്യ മൂലസ്ഥാനം ഞാൻ കാണിച്ചു തരാം. കാട്ടിൻ്റെ ഉള്ളിലാണ്. കാട്ടിൽ 4 കിലോമീറ്റർ 5 കിലോമീറ്ററോളം കാട്ടിൻ്റെ ഉള്ളിലേക്കും സഞ്ചരിക്കാം. അവിടെ ആനയും മറ്റു കാട്ടിയെല്ലാം ഉണ്ടാവും, മാനുണ്ടാവും, കുരങ്ങുണ്ടാവും, എല്ലാം ഉള്ള മൃഗങ്ങളുള്ള സ്ഥലത്താണ് അത് അമ്മയുള്ളത്. പിന്നെ പുലി വരെ ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പുറത്തു നിന്ന് 2 ആൾക്കാരെ ഗൈഡുകളെ നമ്മളെ കൂടെ അയക്കും. അതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. നമ്മളിവിടുന്ന് 2-3 ആൾക്കാർ കൂടിയിട്ടാണ് പോകുന്നത്. പകോടം വരുന്നില്ല. വേറെ 2 ആൾക്കാരെയും കൂടി ഈ പണിയ സമുദായത്തിൽപ്പെട്ട 2 ആൾക്കാരുണ്ട്. അപ്പോൾ അവരും പിന്നെ കുറ്റപ്പെട്ട ഒരാളുണ്ട്. അങ്ങനെ 2-3 ആദിവാസി 2-3 ആൾക്കാർ കൂടി എനിക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നതാണ്. നമ്മളൊന്ന് അവിടെ ചവിട്ടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രമാണ് ആ പുണ്യഭൂമിയിലേക്ക് ഭഗവതിൻ്റെ തൃപ്പാദത്തിലേക്ക് ഒന്ന് പോവുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് തരാം. പറ്റുമെങ്കിൽ അവിടെ നമുക്കൊരു ദീപം വെക്കണം. അത്രയേ ഉള്ളൂ ആഗ്രഹം. പിന്നെ അതുപോലെ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ പോയില്ലേ ഇന്നലെ. അപ്പം ആ ക്ഷേത്രം അതീവ നല്ല കമ്മിറ്റിക്കാർ, നല്ല പെരുമാറ്റം അറിയാം, നല്ല കമ്മിറ്റിക്കാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയ ഇത് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് അത് വരുമോ അത് ഞാൻ നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. നല്ല കമ്മിറ്റിക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും ഇല്ല അവരുടെ കയ്യിൽ. അവരുടെ കയ്യിൽ ഉള്ളത് അവർ അന്നന്ന് അധ്വാനിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അവരെ സഹായിക്കണം. എന്തായാലും നിങ്ങളുടെ സഹായം ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരികയാണെന്ന് സഹായിക്കും ഞങ്ങൾ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ പൈസ ഒരാൾക്ക് ഓരോ പത്ത് വാങ്ങിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതൊന്നും ക്ഷേത്രമായിട്ടൊന്നും കൂട്ടരുത്. ക്ഷേത്രമല്ല. നമ്മളും ഒരു ക്ഷേത്ര അധികാരി കൂടിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ഷേത്രത്തിന് ഒത്തിരി നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് പാലിക്കുന്നവർ മാത്രമേ യഥാർത്ഥ ക്ഷേത്രമാവും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ അവരോട് ആദ്യം ചോദിക്കും. അവർക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. എത്ര പ്രദക്ഷിണം ഈ ക്ഷേത്രത്തിൽ ദേവന് വെക്കണം അല്ലെങ്കിൽ ദേവിക്ക് വെക്കണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വർത്താൻ പറയുന്നില്ല. നമുക്ക് ഇപ്പം പെരിയ 34 കേട്ടോ. ഇതുകൊണ്ട നമ്മൾ 39-ലാണ്. ഇനി എത്രയേ ഉള്ളൂ. നമുക്ക് വരാൽ ഭഗവതിൻ്റെ എത്തി നമുക്ക് വർത്തമാനം പറയാം. ഇത് വരാലിലൊക്കെ ഇപ്പോൾ നമ്മൾ 3-ാം തവണയാണ് നമ്മൾ ഭഗവതിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. 1, 2, 3 ഇത് 4-ാമത്തെ തവണ കേട്ടോ. 4-ാമത്തെ തവണയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഒരിക്കൽ നമ്മൾ വന്നു പോയില്ലേ.
അവിടെ കണ്ടു. മൂന്നാമതായി ശേഷം നമ്മളവിടെ വന്നില്ലേ, ഇത് 4ാമത്തെ പോക്ക്. ഇന്നലെ പോയത് 4ാമത്തെ പോക്ക്, ഇത് 5ാമത്തെ പോക്ക്. 5 തവണയായി നമ്മളിപ്പോൾ അവിടെ പോകുന്നത്. ആലോചിച്ചൊക്കെ നമ്മളങ്ങനെ അത്രയും കൂടുതൽ സമയം നമ്മൾ പെരിയ 35 അതിനിപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ചാൽ പെരിയ 35, 4 സ്റ്റോപ്പ് കൂടി. അതിതാണ് മതിപ്പാടെത്തുമ്പോൾ ഇല്ലെത്തില്ലേ, എനിക്കൊട്ടില്ല. അപ്പോൾ നല്ല അവസ്ഥ ബാറ്ററി തീർക്കുന്നില്ലേ. എന്താ വെച്ചാൽ നമുക്ക് കാട്ടിലുള്ള ഒറ്റക്കെട്ടിൽ ചിലപ്പോൾ പണിയിട്ട് പോകും, സാധനം ഉണ്ടാവില്ല. ഇത് ആരോഗ്യ കേന്ദ്രമാണ്. നമ്മളങ്ങനെ അതാ കാട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്, ജീപ്പിലാണ് പോകുന്നത്. മുകളിൽ എത്ര കിലോമീറ്റർ ജീപ്പ് പോകും? 5-6 കിലോമീറ്റർ വരെ ജീപ്പ് പോകും. നമ്മൾ കാട്ടിലേക്ക് ഇങ്ങനെ പോവാ കേട്ടോ. ഇനിയൊരു യുദ്ധം അമ്മേൻ്റെ മൂലസ്ഥാനത്തേക്ക് പോവുകയാണ് കേട്ടോ. 3 അമ്മമാരാണ് ഉള്ളത്. ഒന്ന് സരസ്വതി, ഒന്ന് ലക്ഷ്മി, ഒന്ന് ഭദ്രകാളി. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭദ്രകാളിയുടെ അടുത്താണ്. നമ്മളിപ്പോൾ ഇറങ്ങിയത് മഹാലക്ഷ്മിയുടെ അടുത്താണ്. സരസ്വതി നമ്മൾ ഇന്നലെ പോയിട്ടുണ്ട്, കാട്ടിൻ്റെ കുറേ അങ്ങോട്ട് അപ്പുറത്തെ മലയിൽ വരും. ഇപ്പം സരസ്വതി അമ്മയും നമ്മളെ വരയാലിൽ തന്നെ ഉള്ളത്. അത് നമ്മൾ പിന്നീട് അതിന് വേണ്ട നോക്കി ചെയ്യും. നമ്മളെന്തായാലും അമ്മേനെ ആർക്കും പാടുണ്ടെങ്കിൽ നമുക്ക് വേണം, നമ്മളാടെയും കൊണ്ട് ചാടൊന്നുമില്ല. ഇത് അതിസുന്ദരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, കാണേണ്ട സ്ഥലമാണ്. കാളിയമ്മ ഇരിക്കുന്നത് ചെറിയ സ്ഥലത്തൊന്നുമല്ല, ഉയരത്തിലാണ്. നല്ല കുന്നിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. നല്ല ഇലക്ട്രിക്കാണ്, തൊട്ടാ അപ്പം മണി കിട്ടും. ഇപ്പോൾ രാവിലെ തന്നെ പോയി ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങി അല്ലേ. ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങാണ്ട് ഒരിക്കലും കാട്ടിൽ കയറരുത്. അവരുടെ നിന്ന് പെർമിഷൻ വാങ്ങി നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഫോമിൽ. അവരുടെ കൂടെ ആളും വരും. അങ്ങനെ നമ്മൾ പോവുക. അതായത് നമ്മളെ കൂടെ ആൾ വരും അവിടുന്ന് കാട്ടിലേക്ക്. പ്രത്യേകിച്ച് ആന ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാറുള്ളത്. നിങ്ങൾ ഒന്നും പറയേണ്ട കഴിഞ്ഞ് പോയി കൂട്ടിട്ടുണ്ടെങ്കിൽ വിഷമാവും. പറ ക്ഷമ നശിച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടി പോവുകയാണേ. ഇവിടെയെല്ലാം പണ്ട് ജനവാസ കേന്ദ്രമായിരുന്നു. ഇതെല്ലാം വീടുണ്ട്. ഇതെല്ലാം വനവാസ വീടെല്ലാം സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ആന ഇങ്ങനെ ഇടങ്ങാറക്കിക്കൊണ്ട് പിന്നെ എല്ലാം ഇവിടുന്ന് ഗവൺമെൻറ് മാറ്റിക്കളഞ്ഞു.
സ്ഥലം വരെ പണ്ട് ആളുണ്ടായിരുന്നു. പിന്നീട് ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. 4 കിലോമീറ്ററോളം ഉണ്ടാവും. 4 കിലോമീറ്റർ ഉണ്ടാവില്ലേ? കണ്ടില്ലല്ലേ? കണ്ടില്ല. പണ്ട് ഇവിടെയൊക്കെ ജനവാസ കേന്ദ്രമായിരുന്നു അല്ലേ? പേരെങ്ങനെ? ഗോപി അല്ലേ? ഇത് തന്നെ ഇത് നമ്മളെ ഗോപിയേട്ടനാണേ, ഫോറസ്റ്റിലാന്ന് വർക്ക് ചെയ്യുന്നത് അല്ലേ? നല്ല നമസ്കാരം. നമസ്കാരം. അല്ലാണ്ട് ഒരു കാരണവശാലും വരരുത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഡേഞ്ചർ ഏരിയയുള്ള സ്ഥലമാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഫോറസ്റ്റ് പോയി പെർമിഷൻ വാങ്ങി അവിടുന്ന് അനുവാദം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അധികാരികൾ നമുക്ക് 2 ആളെ അയച്ചു തരും. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർമാരെന്ന് പറയും അല്ലേ? അങ്ങനെ 2 ആളെ അയച്ചു തരും. അപ്പോൾ അവരെ അല്ലാതെ ഒരു കാരണവശാലും കാട് പ്രവേശിക്കരുത്. നമ്മളിത് കാണിച്ചു തരാൻ പാടില്ല. പക്ഷേ നിങ്ങളത് പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ അതുപോലെ കാട്ടുകയറിയ ഓരോ മാലിന്യം കുടിക്കുന്ന സാധനം അതൊന്നും കൊണ്ടിടരുത്. കാരണം ആനയും കുരങ്ങും ഇവരെല്ലാം തിന്നിട്ട് അവർ പിന്നെ വയറുവേദനയും കൊണ്ട് അവർ നടക്കേണ്ടി വരും, അല്ല അവർ മരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മുമ്പിട്ടേ പറയുന്നതാണ്, ഫോറസ്റ്റിൽ കയറുമ്പം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടേ കയറാൻ പാടുള്ളൂ. അതിൻ്റെ അധികാരികളുണ്ട്, അല്ലെങ്കിൽ അവരെ ജോലിക്ക് ബാധിക്കും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? നല്ല നമസ്കാരം. നമ്മളെ പേര് പുഷ്പ. ഇവിടെ തന്നെ ഫോറസ്റ്റിൽ തന്നെ. പിന്നെ ഈ നാട്ടിൽ തന്നെയാണോ? 10 വർഷമായി അല്ലേ? ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? നമ്മളിതിൽ അങ്ങ് കയറി പോണ്ടേ കേട്ടോ.